നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് കഞ്ചിക്കോട് ട്രെയിൻ തട്ടി കാട്ടാന ചരിഞ്ഞു. ലോക്കോ പൈലറ്റിനെതിരെ കേസ്. 1 മാസത്തിനിടെ രണ്ടാമത്തെ അപകടം. പാലക്കാട് കൊടും ചൂട് തുടരുന്നു. നിയന്ത്രണം നാളെ വരെ നീട്ടി. ചൂടിനൊപ്പം ഇരുട്ടടിയായി വൈദ്യുതി നിയന്ത്രണവും. കൊടും വരൾച്ചയിൽ ഇടുക്കിയിലെ കാർഷിക മേഖലയിൽ വൻ നാശം. ഏലവും കുരുമുളകും നശിച്ചു. കരിഞ്ഞുണങ്ങിയത് 100 കണക്കിന് ഏക്കർ സ്ഥലത്ത് കൃഷി. അർഹമായ നഷ്ടപരിഹാരം വേണമെന്നാവശ്യം. കട്ടപ്പനയിൽ വ്യാപക മോഷണം. 4 കടകളിൽ നിന്ന് പണം നഷ്ടമായി. മോഷണം വഴി വിളക്കുകൾ ഓഫ് ചെയ്ത ശേഷം. കോഴിക്കോട് മുക്കത്ത് ബൈക്ക് അപകടത്തിൽ പരുക്കേറ്റയാൾ മരിച്ചു. 2 പേർ ചികിത്സയിൽ. താനൂർ ബോട്ട് ദുരന്തത്തിന് ഇന്ന് 1 വർഷം. പൂരപ്പുഴയിൽ പൊലിഞ്ഞത് 22 ജീവനുകൾ. തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാവാതെ ഇരകളുടെ കുടുംബം. വിശദമായ വാർത്തകൾ നോക്കാം. വേനൽ കടുത്തതോടെ ജലാശയങ്ങൾ വറ്റുന്നത് ആശങ്കയാകുന്നു. ഒരാഴ്ച മുൻപ് ജലസമൃദ്ധമായിരുന്ന പാലക്കാട് ചെങ്ങനാംകുന്ന് തടയണയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും ഇവിടെ നിന്നാണ് ജലവിതരണം. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഇടങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കറിൽ ജലവിതരണം നടക്കുന്നുണ്ട്. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ള വിതരണം അവതാളത്തിലാകും. വരൾച്ചയിൽ ഇടുക്കിയിലെ കാർഷിക മേഖലയിൽ വൻ നാശം. ഏലം, കുരുമുളക് ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ വ്യാപകമായി നശിച്ചു. 100 കണക്കിന് ഏക്കർ സ്ഥലത്തെ ഏലകൃഷിയാണ് കരിഞ്ഞുണങ്ങിയത്. ജില്ലാ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷിവകുപ്പിലെയും കാർഷിക സർവകലാശാലയിലെയും ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. ഈ ആഴ്ച തന്നെ കൃഷിമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. കനത്ത ചൂടിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നാളെ വരെ നീട്ടി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി തുടരും. ജില്ലയിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. എസ് വിനീഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. രാത്രിയിൽ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട്ടെ താപനില. ബെഡും തലയിണയും വിയർപ്പിൽ കുതിരുന്ന അവസ്ഥ. കുറച്ചെങ്കിലും ആശ്വാസം ലഭിക്കുന്നത് വീടിന് പുറത്തു കഴിയുമ്പോൾ. കാറ്റും കൊണ്ട് പാതിരാവോളം പുറത്തിരിക്കും. ചിലർ അവിടെ കിടന്നുറങ്ങും. മറ്റു ചിലർ പാതിരയാകുമ്പോൾ വീടിനകത്തു കയറും. ചൂട് സഹിക്കാൻ വയ്യാണ്ട് കറങ്ങി കറങ്ങി ഫാനിൽ നിന്ന് ചൂട് പ്രവഹിക്കുന്ന അവസ്ഥ. രാത്രിക്ക് ഭയങ്കര ചൂട് തന്നെ. അതുപോലെ കുട്ടിനെ പുറത്തു കൂടെ ഒക്കെ എടുത്തിട്ട് നടക്കുക ചൂട് കാരണം കൊണ്ട്. ഉറക്കൊക്കെ കമ്മി തന്നെയാണ്. കരയോ ഒന്നുറങ്ങിയിട്ടൊക്കെ കറണ്ട് ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. പോയത് കുറേ നേരം കഴിഞ്ഞിട്ട് വരികയും ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ വീശി കൊടുക്കും. വീശറി എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വീശി കൊടുക്കും. ചൂട് സഹിക്കാൻ വയ്യ. മേലൊക്കെ അരച്ചിറങ്ങും ചൊറി ഒക്കെ നിറഞ്ഞിരിക്കുന്നു. ഇതാ ഇങ്ങനെ നടക്കുക തന്നെ, കടന്നുള്ളു തന്നെ. വൈദ്യുതി നിയന്ത്രണം ഇവിടുത്തുകാരുടെ ജീവിതത്തിൽ ഇരട്ടി പ്രഹരമായി. എയർ കണ്ടീഷനും ഇൻവെർട്ടറുമൊക്കെയുള്ളവർക്ക് മാത്രം അന്തിയുറങ്ങാൻ കഴിയുന്ന ഗുരുതരമായ സ്ഥിതി. കുടുസുമുറികളിൽ ഫാനിനെ മാത്രം ആശ്രയിക്കുന്നവർക്ക് ദുരിതം തന്നെ ജീവിതം. വീട്ടിനുള്ളിൽ
തീരെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴും പുറത്ത് വന്ന് ഇങ്ങനെ കുറച്ച് മേലെ കൂടെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ക്ഷീണം വരുമ്പോൾ ഉറക്കം വരുന്ന സമയത്ത് വീട്ടിൽ പോയി ഒന്ന് കിടക്കും. വീണ്ടും ശരീരം പൊള്ളുമ്പോൾ എണിക്കും, കുറച്ച് വെള്ളം ശരീരത്തിൽ കൂടെ ഒഴിക്കും. ഇങ്ങനെ കുറച്ച് കുളിച്ചൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുണ്ട്. ചൂട് ഒരുപാടാണ്. നേരെ മുഴുവൻ ചൂട് ഉറക്കമല്ല രാത്രി. വേലിടാൻ പറ്റില്ല. വേലിടുമ്പോൾ ചൂട് വയല് മുഴുവൻ തൊടിയിൽ മരത്തിലോട്ട് പോയി കുട്ടികളെ രാത്രി പോകാൻ പറ്റില്ല. ഇടമഴ ലഭിക്കുന്നത് വരെ പാലക്കാടൻ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. ഈ അത്യുഷ്ണകാലത്ത് ദാഹിച്ചു വലയുന്നവർക്ക് സൗജന്യമായി സംഭാരം വിതരണം ചെയ്യുകയാണ് കൊച്ചിയിൽ ഒരു ഗുജറാത്തി കുടുംബം. പ്രതിദിനം 500ഓളം പേർക്ക് ഇവർ സംഭാരം നൽകുന്നു. സംഭാരത്തിലെ ഗുജറാത്തി രസക്കൂട്ടും പ്രത്യേകതയാണ്. ഈ ഉഷ്ണകാലത്ത് ദാഹിച്ചു വലഞ്ഞ് നിങ്ങൾ മട്ടാഞ്ചേരി പാലസ് റോഡിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഈ മനുഷ്യനും കുടുംബവും കാത്തു നിൽക്കുന്നുണ്ട്. ദാഹം മാറും വരെ തണുത്ത സംഭാരം കുടിപ്പിച്ചതിന് ശേഷം മാത്രമേ അവർ നിങ്ങളെ കടത്തിവിടുകയുള്ളൂ. ഇത് ദീപക് പുജാര. കുടുംബവേരുകൾ ഗുജറാത്തിലാണെങ്കിലും ദീപക് ജനിച്ചതും വളർന്നതുമെല്ലാം കൊച്ചിയിലാണ്. തൈര് സംഭാരമാക്കി പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയ്ക്കുമൊപ്പം ജീരകപ്പൊടി കൂടി വിതറും. അതൊരു ഗുജറാത്തി ടച്ചാണ്. ഒരു ദിവസം 75 ലിറ്ററിലധികം സംഭാരം ഇവർ വിതരണം ചെയ്യുന്നുണ്ട്. ഇത് നമ്മളൊരു 25 പാക്കറ്റ് തൈര്, അത് പിന്നെ മിനറൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അതിൽ ജീരകം നമ്മൾ ഉണക്കി അത് റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്തതിൻ്റെ പൗഡർ, ജീരക പൗഡർ ഇടുന്നുണ്ട്. പിന്നെ ഇഞ്ചി, കറിവേപ്പില, മുളകിൻ്റെ പേസ്റ്റും. ഈ ജീരകം കുറച്ച് കൂളിംഗ് എഫക്റ്റ് കൊടുക്കും, ബോഡിക്ക് വളരെ നല്ലതുമാണ്. ഇതുവഴി കടന്നു പോകുന്നവർക്കെല്ലാം നിറഞ്ഞ സ്നേഹത്തോടെ ദീപക്കും കുടുംബവും തണുത്ത സംഭാരം നിറച്ച ഗ്ലാസുകൾ നീട്ടും. എല്ലാവർക്കും സന്തോഷം. നല്ലൊരു പരിപാടിയാണ്. കാരണം ഇതേപോലത്തെ പരിപാടി ഇനിയും ഉണ്ടാവണമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയും കൊച്ചിയിൽ നടന്നപ്പോൾ ഒരു സ്ഥലത്തൊക്കെ ഇത് കണ്ടിരുന്നു. ഇങ്ങനത്തെ ഇപ്പോൾ മട്ടാഞ്ചേരിയിൽ തന്നെ 2 സ്ഥലത്ത് കണ്ടിരുന്നു. അതൊരു നല്ലൊരു കാര്യമാണ്. ഈ പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത് സന്തോഷമല്ലേ? വളരെയധികം സന്തോഷം. ഇതൊരു വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറയാതെ വയ്യ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് ഈ വർഷം ആദ്യമായിട്ട് നടന്നൊരു പരിപാടിയല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ മൈത്രി ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഘടന, ദീപക് പുജാരിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘടന വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വിധത്തിൽ ഇവിടെ ഈ പരിപാടി നടത്തി വരികയാണ്. മൈത്രി സോഷ്യൽ ഗ്രൂപ്പിന്റെ ദാഹപന്തൽ കഴിഞ്ഞ വർഷം മുതലാണ് ആരംഭിച്ചത്. സ്നേഹിതരുടെ സഹായവും ചിലപ്പോഴൊക്കെ ലഭിക്കാറുണ്ട്. ചൂട് കുറയും വരെ താനിവിടെ വഴിയിലുണ്ടാകുമെന്ന് സംഭാരം നിറച്ച ഗ്ലാസ് ഉയർത്തി ദീപക് പറയുന്നു. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപ്പോൾ, ന്യൂസ് 18 കൊച്ചി. പാലക്കാട് കഞ്ചിക്കോട് ട്രെയിൻ തട്ടി കാട്ടാന ചരിഞ്ഞു. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരം ചെന്നൈയിലാണ് ആനയിടിച്ചത്. ലോക്കോ പൈലറ്റിനെതിരെ വനം വകുപ്പ് കേസെടുത്തു. അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടയിൽ ട്രെയിനിടിച്ച് കാട്ടാന അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ട്രെയിനിടിച്ച ശേഷം ഈ 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന പിടിയാന സമീപത്തുള്ളൊരു കുഴിയിലേക്ക് മറഞ്ഞു വീഴുകയായിരുന്നു.
അവിടെ മണിക്കൂറുകളോളം കിടന്ന ശേഷമാണ് ചരിഞ്ഞത്. എന്തായാലും സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തുകയും ആനയെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കാട്ടാന ചരിഞ്ഞത്. നമുക്കറിയാം ഈ റൂട്ട് പ്രധാനമായും ഇത് പ്രൊജക്റ്റ് എലിഫന്റ് സോണിൽ വരുന്ന ഒരു സ്ഥലമാണ്. ആനകൾ സ്ഥിരമായി ഉണ്ടാവുന്ന ഒരു പ്രദേശമാണ്. നിരവധി ആനത്താരകളുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിലെല്ലാം തന്നെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിരവധി ആനകൾ, അതായത് 10 വർഷത്തിനിടയിൽ ഏകദേശം 20ഓളം ആനകൾ ചരിഞ്ഞു എന്നാണ് വനംവകുപ്പ് പറയുന്നത്. പ്രധാനമായും ഇതിലെ കടന്നു പോകുന്ന ട്രെയിനുകൾ പരമാവധി സ്പീഡ് കുറയ്ക്കണം എന്നാണ് വനംവകുപ്പ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഈ രാത്രിയിലായതുകൊണ്ട് തന്നെ, അർദ്ധരാത്രിയിലായതുകൊണ്ട് തന്നെ ചെന്നൈ തിരുവനന്തപുരം മെയിൽ അതിവേഗത്തിൽ തന്നെയായിരുന്നു കടന്നുപോയിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക്കോ പൈലറ്റിനെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. സാധാരണ ഇവിടെ കാട്ടാനെ ചരിഞ്ഞു കഴിഞ്ഞാൽ, ട്രെയിൻ ഇടിച്ചു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റിനെതിരെ കേസെടുക്കാറുണ്ട്. ഈ പ്രദേശങ്ങളിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ പരമാവധി വേഗത കുറയ്ക്കാൻ ശ്രമിക്കണമെന്ന് പല തവണ വനംവകുപ്പ് നിർദ്ദേശം നൽകിയതാണ് എന്നുള്ള കാര്യവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത്, അതായത് ഈ പാലക്കാടിനും കോയമ്പത്തൂരിനും ഇടയിൽ, വാളയാറിനും കഞ്ചിക്കോടിനും ഇടയിലുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആനകൾ ഇതുപോലെ ട്രെയിൻ ഇടിച്ച് ചരിഞ്ഞ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിൽ കർശന നടപടി, അതായത് ഈ ട്രെയിനുകളുടെ വേഗത ഈ പ്രദേശത്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ശക്തമായിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഇതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ പോകുന്നതിനിടയിൽ ട്രാക്കിലൂടെ ഓടി പുറത്തേക്ക് വീണ ആന ഗുരുതരമായി പരിക്കേറ്റ് ചരിഞ്ഞ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ നടന്ന സംഭവത്തിൽ ആനകൾ കൂട്ടമായി റെയിൽവേ ട്രാക്കിലേക്ക് കയറിയതായിരുന്നു. ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടപ്പോൾ മറ്റുള്ള ആനകൾ ചിതറിയോടി. ഈ ട്രാക്കിലൂടെ ഓടിയ 35 വയസ്സ് തോന്നിക്കുന്ന പിടിയാനയാണ് അതിദാരുണമായി ട്രെയിനിടിച്ച് കൊല്ലപ്പെട്ടത്. 22 ജീവൻ പൊലിഞ്ഞ താനൂർ ബോട്ട് ദുരന്തത്തിന് ഇന്ന് 1 വർഷം. കഴിഞ്ഞ മെയ് 7-ന് വൈകുന്നേരമാണ് പരിധിയിൽ കൂടുതൽ ആളുകളെ കുത്തിനിറച്ച് രൂപമാറ്റം വരുത്തിയ ബോട്ട് ആഴങ്ങളിൽ താഴ്ന്നത്. പെരുന്നാൾ തിരക്കിൽ സായാഹ്നം ആഘോഷമാക്കാനെത്തിയവരാണ് അറ്റ്ലാന്റിക് ബോട്ടിന്റെ ദുരന്ത സർവീസിന്റെ ഇരകളായത്. ഇന്നത്തെ അവസാന സർവീസ് എന്ന വിളിച്ചുപറച്ചിൽ കേട്ട് ബോട്ടിൽ ഓടിക്കയറിയവർ അറിഞ്ഞില്ല ഇത് എല്ലാ അർത്ഥത്തിലും പലരുടെയും അവസാനത്തെ യാത്രയായിരിക്കുമെന്ന്. 22 പേർക്ക് മാത്രം കയറാൻ ശേഷിയുള്ള രൂപമാറ്റം വരുത്തി ഉല്ലാസ ബോട്ടാക്കിയ ആ മീൻപിടുത്ത ബോട്ടിൽ ഉണ്ടായിരുന്നത് 39 പേർ. ഒരു വശത്തേക്ക് തിരിക്കാൻ ശ്രമിച്ചപ്പോൾ മുങ്ങിത്താണ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പൂരപ്പുഴയുടെ ആഴങ്ങളിൽ പൊലിഞ്ഞത് 22 ജീവനുകൾ. ആ ദുരന്ത കാഴ്ച ഓർത്തെടുക്കുമ്പോൾ ഇന്നും പലർക്കും ഞെട്ടൽ മാറുന്നില്ല. 7 മണിയോടുകൂടി നമ്മൾ ഈ പുഴയിൽ വെള്ളം കേട്ടു, ഭയങ്കരമായിട്ടുള്ള കരച്ചിൽ കേട്ടു. ഞാൻ എൻ്റെ വീട് ഇവിടെ അടുത്ത് നിന്ന് അങ്ങോട്ട് വന്ന് നോക്കുന്ന സമയത്ത് ബോട്ട് താഴ്ന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ലൈറ്റൊക്കെ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കും. അപ്പോൾ സംഗതി ബോട്ട് മറിഞ്ഞതാണെന്നുള്ളത് മനസ്സിലായി. ഉടനെ തന്നെ നമ്മൾ വേറൊന്നും ചെയ്യാനില്ല, ഇരുട്ടാണ്, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ചു, പോലീസിനെ വിളിച്ചു. നാട്ടുകാരെല്ലാം ഒരു 5-10 മിനിറ്റിനുള്ളിൽ എല്ലാവരും എത്തി, എല്ലാ ആൾക്കാരും എത്തി രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ ബോട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന 22 ആൾക്കാരും മരണപ്പെട്ടു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ഈ ബോട്ടിൽ 39 ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നതിനേക്കാൾ, അതിൻ്റെ കപ്പാസിറ്റിയേക്കാൾ ഇരട്ടി ആൾക്കാർ. ദുരന്തശേഷം നടന്ന അന്വേഷണത്തിൽ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ലൈസൻസ് ഇല്ലാത്ത സ്രാങ്കായിരുന്നു രജിസ്ട്രേഷൻ ഇല്ലാത്ത ആ ബോട്ട് ഓടിച്ചിരുന്നത്. പോലീസും ജുഡീഷ്യൽ കമ്മീഷനും അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ടു. പോലീസ് യുദ്ധകാലാടിസ്ഥാനത്തിൽ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിൽ വിചാരണ ഇനിയും തുടങ്ങാനിരിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ 2 സിറ്റിംഗ് മാത്രം കഴിഞ്ഞു. അപകടം നടന്ന് 1 വർഷമാകുമ്പോഴും ജുഡീഷ്യൽ കമ്മീഷന്റെ തെളിവെടുപ്പ് തുടങ്ങിയിട്ടില്ല. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം സർക്കാർ നൽകിയെങ്കിലും പരിക്കേറ്റവർക്ക് അർഹമായ ചികിത്സാ സഹായം ലഭിച്ചിട്ടില്ല. ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം കൂടി പൂർത്തിയാകാനുള്ളതുകൊണ്ട് പലതും നടപടിക്രമങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. താനൂർ ദുരന്തത്തിന് 1 വർഷം പൂർത്തിയാകുമ്പോഴും സർക്കാർ ശ്രദ്ധ കൊടുക്കേണ്ട പ്രശ്നങ്ങൾ അനവധിയുണ്ട്. അതോടൊപ്പം ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലും നടപടികളും അധികൃതർ കൈക്കൊള്ളുകയും സദാ അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. താനൂർ ബോട്ടപകടം ഏറ്റവും അവസാനത്തെയാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ നാടിന് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ന്യൂസ് 18 മലപ്പുറം. താനൂർ ബോട്ട് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുക എന്നതാണ്.
വള്ളിക്കുന്ന് അരിയല്ലൂരിലെ കുഞ്ഞാലകത്ത് മൻസൂറിന്റെയും ദുരന്തത്തിൽ രക്ഷപ്പെട്ട നുസ്രത്തിന്റെയും മകളായ 2 വയസ്സുകാരി ആയിഷ ബഹറിൻ, നുസ്രത്തിന്റെ സഹോദരൻ ജാബിറിന്റെ മകൻ 10 വയസ്സുകാരി ജർഷ എന്നിവരാണ് തുടർ ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. പൂരപ്പുഴയുടെ ആഴങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് ആയിഷ മെഹ്റിനും ജർഷയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ ആ അപകടം ഇവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ദുരന്തത്തിനു ശേഷം ആയിഷ മെഹ്റിൻ സംസാരിച്ചിട്ടില്ല. ജർഷയ്ക്കാകട്ടെ നടക്കാനും കഴിയുന്നില്ല. തുടർ ചികിത്സയ്ക്ക് സർക്കാരിന്റെ സഹായം തേടി ഇനി കാണാൻ ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ബാക്കിയുമില്ല. കയ്യിലുള്ളതെല്ലാം ചെലവഴിച്ചും കടം വാങ്ങിയുമാണ് ഇതുവരെ ചികിത്സ നടത്തിയത്. കുട്ടികൾ ഈ നിലയിലെങ്കിലും എത്തിയത് ഈ ചികിത്സകൾ കൊണ്ടാണ്. ദുരന്തമന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് വി കെ മോഹനനെ കണ്ട് ഇവർ ഇക്കാര്യം അറിയിച്ചിരുന്നു. എന്നാൽ അപകടത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സാ ധനസഹായം നൽകാനോ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനോ അധികാരമില്ലാത്തതിനാൽ കമ്മീഷനും നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ഇന്നിപ്പോൾ ഇവർക്ക് പറയാനുള്ളത് ഇത്രമാത്രം. ഇതുവരെ നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ കയറി ഇറങ്ങേണ്ട സ്ഥലത്തല്ല നമ്മൾ കയറി ഇറങ്ങി. അറിയിക്കേണ്ടവരെയൊക്കെ നമ്മൾ അറിയിച്ചു. കാണിച്ചു കൊടുക്കാനുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കും. ആളുടെ കണ്ണും തുറക്കുന്നില്ല, ആളുടെ ചെവികളും കേൾക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞ വാക്ക്, എൻ്റെ കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകാമെന്ന് ആരാണോ പറഞ്ഞിട്ടുള്ളത് അവർ വീണ്ടും ഒന്നും കൂടെ പബ്ലിസിറ്റി ചെയ്യുക, ഈ കുട്ടികളുടെ ചികിത്സ ചെയ്യാനായിട്ട്. ഈ ഒരൊറ്റ വാക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഗവൺമെന്റിൽ നിന്നും വേറെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വാക്ക് തിരിച്ചെടുക്കണം. സാങ്കേതിക തടസ്സങ്ങളുടെ പേരിലാണ് ഈ കുരുന്നുകളുടെ തുടർ ചികിത്സയ്ക്കുള്ള പണം പോലും രക്ഷിതാക്കൾക്ക് ലഭിക്കാതിരിക്കുന്നത്. താനൂർ ബോട്ട് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ സർക്കാരിന്റെ പിന്തുണ വേണം, അല്ലെങ്കിൽ സുമനസ്സുകളുടെ കൈത്താങ് വേണം. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് മുക്കത്ത് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. പെരുമ്പടവ് സ്വദേശി സനീഷാണ് മരിച്ചത്. മുക്കം പോലീസ് സ്റ്റേഷന് മുൻപിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 3 പേർക്കാണ് അപകടത്തിൽ പരിക്ക് പറ്റിയത്. തിരുവനന്തപുരം പോത്തൻകോട് നന്നാട്ടുകാവിൽ കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ വാഹനം പിടികൂടി. വാഹനത്തിന്റെ ഡ്രൈവർ ഷൊർണൂർ സ്വദേശി അബ്ദുൾ നൌഷാദാണ് പിടിയിലായത്. വെമ്പായം പഞ്ചായത്തിലെ തേറുവിളാകം തോട്ടിലാണ് മാലിന്യം ഒഴുക്കിയത്. മാലിന്യം തോട്ടിൽ ഒഴുക്കുന്നതോടെ പ്രദേശമാകെ ദുർഗന്ധമായിരുന്നു. വിവിധ സ്ഥലങ്ങളിലെ CCTVകൾ പരിശോധിച്ചാണ് പോലീസ് വാഹനം കണ്ടെത്തിയത്. ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഴിഞ്ഞ ദിവസം പുതുതായി രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ പരാതിക്കാരനായ മലപ്പുറം സ്വദേശി ഹനീഫ ആലപ്പുഴയിലെത്തി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഒപ്പം തെളിവായി താൻ പകർത്തിയ ദൃശ്യങ്ങളും പോലീസിന് കൈമാറി. 2ാമത്തെ കേസിലും ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് സൌത്ത് CI KP ടോംസൺ ന്യൂസ് 18നോട് പറഞ്ഞു. വണ്ടി നമ്പർ എടുത്തോളി. ആലപ്പുഴ കണ്ടോളി വണ്ടി കുത്തിക്കാൻ നോക്കുന്നേ. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയും ലോറി ഡ്രൈവറുമായ ഹനീഫയാണ് അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശാനുസരണം ആലപ്പുഴയിലെത്തി സംഭവങ്ങൾ വിവരിച്ചത്. തന്നെ പ്രതികളായ ശരത്തും വിവേകും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമായിരുന്നു ഹനീഫയുടെ പരാതി. സംഭവം നടന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പള്ളാത്തുരുത്തി ഭാഗത്തെത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹനീഫ കാര്യങ്ങൾ വിശദീകരിച്ചു. കഴിഞ്ഞ മാർച്ച് 30 പുലർച്ചെ 4:54 പാതിരപ്പള്ളിയിലേതിന് സമാനമായി കക്കൂസ് മാലിന്യം തള്ളുന്നത് ചോദ്യം ചെയ്ത ഹനീഫയെയും പ്രതികളായ ശരത്തും വിവേകും ടാങ്കർ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. നെല്ല് സംഭരണത്തിന്റെ ഭാഗമായി ലോറിയുമായി ആലപ്പുഴയിലെത്തിയതായിരുന്നു ഹനീഫ. അതേ വണ്ടിയാണ്. അത് ഇതേ സ്ഥലത്തായിരുന്നു ഞാൻ ലോറി നിർത്തിയിട്ടുണ്ടായിരുന്നു. ലോറി നിർത്തി ഞാൻ നോമ്പ് കാലാണ്. അപ്പോൾ നോമ്പിന് അത്താഴത്തിന് വേണ്ടിയാണ് എണീക്കുന്ന ഒരു പതിവുണ്ട്. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഭാഗത്ത് വെച്ചിട്ടാണ് അവർ റോഡിന്റെ ഇടത് ഭാഗത്ത് വെച്ചിട്ടാണ് അവരെ വേസ്റ്റ് തട്ടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുക. അവർ വന്നുകൊണ്ട് എന്ത് ചെയ്തു, നീയാണോ ഞങ്ങളെ ഫോട്ടോ എടുത്ത്, അങ്ങനെ ഒരുപാട് തെറി പറഞ്ഞു.
അങ്ങനെ വണ്ടി അടിച്ച് ഇവിടെ വെച്ചിട്ടാണ് ആ വണ്ടി ആ ദൃശ്യത്തിൽ കാണുന്ന പോലെ ആ വീഡിയോയിൽ കാണുന്ന പോലെ ഇവിടെ വെച്ചിട്ട് തന്നെ പിന്നെ റിവേഴ്സ് ഇട്ടാണ്ട് കൊല്ലാൻ ശ്രമിക്കുകയുള്ളൂ. എന്തോ ഭാഗ്യത്തിന് ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ വധശ്രമ കേസിലും പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സൗത്ത് CA KP ടോംസൺ ന്യൂസ് 18നോട് പറഞ്ഞു. നിലവിൽ ആദ്യ കേസിൽ റിമാൻഡിലാണ് പ്രതികളായ ശരത്തും വിവേകും. പ്രസന്നത്തിന്റെ മാസ്റ്റർ എഴുതി കഴിഞ്ഞിട്ട് ഇദ്ദേഹം എടുത്തിരിക്കുന്ന മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ നമ്മൾ ഈ കേസിലേക്ക് നമ്മൾ എടുക്കും. അത് കോടതിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യും. പിന്നെ ഇതിന്റെ പ്രതികളായിട്ടുള്ള അന്വേഷണം, അറസ്റ്റ്, മറ്റു കാര്യങ്ങളിലേക്ക്. കഴിഞ്ഞ തിങ്കളാഴ്ച പാതിരപ്പള്ളി സ്വദേശികളായ അജിത്തിനെയും സോജുവിനെയും പ്രതികൾ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറത്തുവരുന്നത്. പാതിരപ്പള്ളി റേഡിയോ സ്റ്റേഷന് സമീപം പുലർച്ചെ ശരത്തും വിവേകും ചേർന്ന് കക്കൂസ് മാലിന്യം തള്ളുന്നത് ഇരുവരും മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചതാണ് പ്രകോപനത്തിന് കാരണം. യുവാക്കളുടെ ഇരുചക്ര വാഹനത്തിന് പിന്നാലെ 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് പ്രതികൾ ടാങ്കർ ലോറി ഉപയോഗിച്ച് ദേശീയപാതയിൽ സോജുവിനെയും അജിത്തിനെയും ഇടിച്ചു വീഴ്ത്തിയത്. സംഭവം അതീവ ഗൗരവത്തിലെടുത്ത ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. മാലിന്യം തള്ളുന്ന വണ്ടികളും ഇതുമായി ബന്ധപ്പെട്ട സംഘങ്ങളെയും അവരുടെ ക്രിമിനൽ പശ്ചാത്തലവും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടാണ് പോലീസ് തയ്യാറാക്കുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. തൃശൂരിൽ കഞ്ചാവുമായി സ്ത്രീ പിടിയിലായി. ഒഡീഷ സ്വദേശിനി തനുവാണ് പിടിയിലായത്. തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത്. 2 കിലോ കഞ്ചാവ് പിടിച്ചു. ഇവർ സ്ഥിരമായി ട്രെയിൻ വഴി കഞ്ചാവ് കടത്തിയിരുന്നവരായി പോലീസ് പറഞ്ഞു. ഇടുക്കി കട്ടപ്പനയിൽ മോഷണം. വഴിവിളക്കുകൾ ഓഫ് ചെയ്ത ശേഷം എത്തിയ മോഷ്ടാവ് 4 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പണം കവർന്നു. മുഖംമൂടി ധരിച്ചെത്തിയാണ് മോഷണം. പുലർച്ചെ 2 മണിയോടുകൂടി കുഴക്കവലയിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി ലൈൻ ഓഫ് ചെയ്ത ശേഷം ആയിരുന്നു കവർച്ച നടത്തിയത്. വെള്ളിയാംകുടി SCML ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ഊരിമാറ്റുന്നത് CCTVയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. കട്ടപ്പന പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. പാലക്കാട് മരുതൂർ തൊണ്ടിയന്നൂർ കൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ നടന്നു. പെരിങ്ങോട് പഞ്ചവാദ്യ സംഘം അവതരിപ്പിച്ച പഞ്ചവാദ്യവും പ്രദേശവാസികളുടെ കലാപരിപാടികളും അരങ്ങേറി. പാലക്കാട് കൊടലൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടന്നു. ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയായ ചുറ്റമ്പലത്തിന്റെ സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് മന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവേള. കാണാം. നമുക്കറിയാം, ഗുജറാത്തിലടക്കം BJP ഏറെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്ന് വോട്ടെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് എല്ലാ പൗരന്മാരും വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. എല്ലാ പൗരന്മാരും വോട്ട് രേഖപ്പെടുത്തണം. ജനാധിപത്യത്തിൻ്റെ വിശ്വാസം ആ തരത്തിലാണ്. ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ വിശ്വാസം ആർജിക്കുക എന്നതുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ 3ാം ഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മോദി സംസാരിക്കുകയുണ്ടായി. ഇന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ 92ഓളം മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചാത്തലമുണ്ട്. BJPക്ക് ഏറെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തന്നെയാണ് ഇവയെല്ലാം എന്നുള്ളതാണ്. 10 സംസ്ഥാനങ്ങളുണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഈ പലതരത്തിലുള്ള പ്രചരണ വിഷയങ്ങൾ കഴിഞ്ഞ 3 ഘട്ടമായി മാറി മാറി വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് 1ാം ഘട്ടത്തിലടക്കം മോദി ഗ്യാരണ്ടി ആയിരുന്നു എങ്കിൽ 2ാം ഘട്ടത്തിൽ രാജസ്ഥാനിലും മറ്റും നടത്തിയ ചില പരാമർശങ്ങൾ പ്രകൃതി ചൂഷണം കണ്ടെത്താൻ പട്ടാമ്പി താലൂക്കിൽ റവന്യൂ സ്ക്വാഡ് മിന്നൽ പരിശോധന നടത്തി. കൊപ്പം, തിരുമിറ്റക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് 5 വാഹനങ്ങൾ പിടികൂടി. 2 അനധികൃത ക്വാറികൾക്കെതിരെയും നടപടിയെടുത്തു. ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി.
പത്തനംതിട്ട തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ പോലീസ് കസ്റ്റഡിയിൽ. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തതിനെ തുടർന്നാണ് ഉടമ NM രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 2 കോടിയോളം രൂപ നിക്ഷേപകർക്ക് നൽകാനുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് കണ്ടമംഗലത്ത് കോഴി ഫാമിലുണ്ടായിരുന്ന തീപിടുത്തത്തിൽ 3000-ത്തിലധികം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. കണ്ടമംഗലത്തെ ഷമീറിന്റെ കോഴി ഫാമിലാണ് തീ പടർന്നത്. ഇന്നലെ രാത്രി 10:30യോടുകൂടിയായിരുന്നു സംഭവം. കോഴിക്കോട് മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിലെ കയ്യിട്ട പൊയിലിൽ അപകടം പതിവാകുന്നു. റോഡിന്റെ വീതി കുറവും കാഴ്ച മറയ്ക്കുന്ന മരങ്ങളുമാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. അടുത്തിടെ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റിരുന്നു. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6620, പവന് 52,960. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5520, പവന് 44,160. വെള്ളി ഗ്രാമിന് 88, കിലോയ്ക്ക് 88,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.